നിയമസഭയിൽ പ്രതിപക്ഷത്തെ 2 അംഗങ്ങൾ ചാലക്കുടി അംഗം സനീഷ് കുമാർ ജോസഫും ഒപ്പം മഞ്ചേശ്വരം അംഗം AK മഷ്റഫും ഈ വിഷയത്തിൽ കസ്റ്റഡി മർദ്ദനങ്ങളിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സത്യഗ്രഹ സമരം തുടങ്ങിയിട്ടുണ്ട്. പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി വിഷയം കൊണ്ടുവന്നു. സർക്കാർ മറുപടി പറഞ്ഞാണ്. ഇപ്പോൾ സനീഷ് കുമാർ നമുക്ക് പഞ്ചായത്ത് ശ്രീ സനീഷ് കുമാർ, PT കസ്റ്റഡി മർദ്ദനം ഉൾപ്പെടെയാണ് നിങ്ങൾ ഇന്ന് സഭയിൽ ഉന്നയിച്ചത്. പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്ന് PT കസ്റ്റഡി മർദ്ദനത്തിലെ SHO PM രതീഷിനെ സസ്പെൻഡ് ചെയ്തു, ദക്ഷിണമേഖല IG അത്തരമൊരു നടപടിയെടുത്തു എന്ന പുതിയ വാർത്ത വരുമ്പോൾ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? അല്ല, ഈ CAയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ ദിവസം വരെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ഇയാൾക്ക് പ്രൊമോഷൻ കൊടുത്ത് CA ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നാമമാത്രമായ നടപടികൾ നടത്തുന്നത് സസ്പെൻഷൻ അല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതുപോലുള്ള ക്രിമിനലുകളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നുള്ളതാണ് നിയമസഭയിലെ പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ളത്. ഇതുപോലുള്ള ക്രിമിനലുകൾക്ക് പിടിച്ചുപറിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ കള്ളക്കേസ് എടുക്കുക മാത്രമല്ല, അവിടെ പോക്സോ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപ മേടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നിട്ട് അത് വീതം വെച്ച് കൊടുക്കുന്ന പണിയാണ് പോലീസ് ചെയ്തത്. അപ്പോ ഇത്തരത്തിൽ ആളുകളെ കള്ളക്കേസിൽ കൊടുക്കുകയും അതുപോലെ തന്നെ മൃഗീയമായി മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ക്രിമിനലുകളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക എന്നതുവരെ ഞങ്ങൾ ഈ സമരങ്ങളുമായി ഈ ദൃശ്യങ്ങൾ ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ, പബ്ലിക്കിന് മുന്നിൽ വന്നിട്ട്, സർക്കാരിന് മുന്നിൽ വന്നിട്ട് കുറച്ചധികം ദിവസങ്ങളായല്ലോ. മാത്രമല്ല മർദ്ദിക്കുന്നത് വ്യക്തമാണ്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേസ് ഒത്തുതീർക്കുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന് SI ആവശ്യപ്പെട്ടു എന്നതാണ് പുറത്തുവന്ന വിവരം. മാത്രമല്ല CCTVക്ക് മുന്നിൽ കാശെണ്ണി കൊടുക്കുന്ന ജനങ്ങൾ കണ്ടു. ഇന്ന് റോജിയും ജോണൊക്കെ ഇന്ന് സഭയിൽ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. 5 ലക്ഷം വാങ്ങിയപ്പോൾ അതിൽ 2 ലക്ഷം പരാതിക്കാരനും 3 ലക്ഷം പോലീസിനും. അങ്ങനെ ജനകീയ പോലീസ് സേനയുടെ കമ്മീഷൻ 60% മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടു. അത് പുറത്തു വന്നു. എന്നിട്ട് നടപടി ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിയമസഭയിൽ വിഷയം വന്നതുകൊണ്ടാണോ ഇപ്പൊ പേരിനെങ്കിലും ഒരു സസ്പെൻഷൻ എന്ന നിലയിലേക്ക് എത്തിയത് എന്നതാണോ കരുതേണ്ടത്? തീർച്ചയായിട്ടും ഇത് ഈ പറയുന്ന ദൃശ്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പേ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലും സർക്കാരിന്റെ കയ്യിലൊക്കെ ഉള്ളതാണ്. ഇപ്പോ വിവരാവകാശ നിയമം അനുസരിച്ച് കയ്യിൽ വന്നപ്പോഴാണ് ഇപ്പോ പേരിനെങ്കിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പേരിനെങ്കിൽ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതുവരെയും ഈ ഒരു വർഷക്കാലം മുഴുവൻ ഒരു നടപടിയെടുക്കാതെ പ്രമോഷൻ കൊടുത്ത് സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരും ഗവൺമെന്റും ഒക്കെ സ്വീകരിച്ചത്. ഇപ്പോ ജോലി ചെയ്യുന്ന നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെ ഒന്നും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇതുപോലെ പാർട്ടിക്ക് വിധേയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഗുണ്ടകളും ക്രിമിനലുകളുമാണ് ഇന്ന് പോലീസിൽ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെയും ഇത്രയും ആളുകൾ അത്രയും സർക്കാർ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. വിവരാവകാശത്തിൽ അപ്പീല് കൊടുത്ത് അല്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. അവസാനം വിവരാവകാശ കമ്മീഷണർ അത് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ നടപടിയെടുത്ത് പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ അതായത് ഈ സസ്പെൻഷൻ എന്നതിനെ നിങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല, സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന പ്രഖ്യാപിത നിലപാട് തന്നെയല്ലേ പ്രതിപക്ഷം ഇപ്പോഴും തുടരുന്നത്? സമരത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും സഭയിലും പുറത്തും? ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടലുകൾ ഇനി പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് നിയമസഭയിൽ ആവശ്യപ്പെട്ടതും ക്രിമിനലുകളായ, ഗുണ്ടകളായ, അഴിമതിക്കാരായ ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ സേനയിൽ വെച്ച് പൊറുപ്പിക്കരുത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഗവൺമെന്റ് അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ ദൃശ്യം പുറത്തുവിടാതിരിക്കാൻ വേണ്ടി പോലീസ് പരമാവധി ശ്രമിച്ചു. അതിനുള്ള നടപടികൾ, അത്തരം സമീപനമാണ് അവരുടെ ഭാഗത്തുണ്ടായത്. നിവൃത്തിയില്ലാതെയാണ് വിവരാവകാശ കമ്മീഷൻ കൊടുക്കാനായിട്ട് പറഞ്ഞപ്പോഴാണിത് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോ അതിനുശേഷം 100 കണക്കിന് പരാതികളാണ് ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പോലീസ് ക്രിമിനൽവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്, രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇപ്പൊ യോഗേഷ് ഗുപ്തയെ പോലെയുള്ള DGPക്കൊക്കെ അവർക്ക് കീഴടങ്ങാത്ത ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ അവരെ പീഡിപ്പിക്കുന്ന സ്ഥിതിയാണ് നമുക്ക് പോലീസിൽ കാണാം. അപ്പോ ഇപ്പോ നടക്കുന്നത് ക്രിമിനൽവൽക്കരിക്കപ്പെട്ട അജിത് കുമാറിനെ പോലുള്ള ആളുകളുടെ ഭരണമാണ് ഇപ്പോഴും പോലീസ് സേനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, നന്ദി ശ്രീ സനീഷ് കുമാർ ജോസഫ്. പ്രതിപക്ഷത്തിന്റെ നിലപാട് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നതാണ്.
നമ്മുടെ സർവീസ് റൂൾ അനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സസ്പെൻഷൻ ഒരു നടപടിയല്ല. നടപടി എന്ന സ്വഭാവത്തിലല്ല സർക്കാർ സർവീസിൽ, നമ്മുടെ സർക്കാർ സർവീസിൽ സസ്പെൻഷൻ വരിക. അത് ഒരു അന്വേഷണം നടക്കുമ്പോൾ, ഒരു ഉദ്യോഗസ്ഥനെതിരെ പരാതി ഉയർന്നു വന്നാൽ, തെളിവുകൾ ഉണ്ടായാൽ അതേക്കുറിച്ച് അന്വേഷണം നടത്തുമ്പോൾ ആ അന്വേഷണത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ ആ ഉദ്യോഗസ്ഥൻ സർവീസിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് സർവീസിൽ നിന്ന് മാറ്റപ്പെടുന്നു. ഇനി ഈ റിപ്പോർട്ടിനൊക്കെ ശേഷം കുറ്റക്കാരനല്ല എന്ന് കണ്ട് തിരികെ സർവീസിലേക്ക് കയറുകയാണെങ്കിൽ അദ്ദേഹത്തിന് ശമ്പളം ലഭിക്കും. ചില ആനുകൂല്യങ്ങളിൽ മാത്രമായിരിക്കും കുറവുണ്ടാകുക. അതായത് സസ്പെൻഷൻ എന്നത് ഒരു നടപടിയല്ല. അതേസമയം തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് സസ്പെൻഡ് ചെയ്ത അന്വേഷണത്തിലേക്ക് നീങ്ങി എന്നൊരു നടപടിയായി വിശദീകരിക്കാനും കഴിയുന്ന സാഹചര്യം തന്നെയാണുള്ളത്. എം എസ് ലിഷോയ് കൂടിയുണ്ട്. ലിഷോയ്, നേരത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസ് മേധാവിയുടെ ഒക്കെ റിപ്പോർട്ട് തേടിയതാണ്. അപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലുള്ള ഒരു വിഷയം, ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവായി വന്ന വിഷയം, ആ വിഷയത്തിൽ ഉചിതമായ നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, PT പോലീസ് സ്റ്റേഷനിൽ ഈ മർദ്ദിക്കുന്ന SHO അന്നത്തെ SI യെ പിന്നീട് CI ആയി കൂടി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിരുന്നില്ലേ? ആ ഘട്ടത്തിലൊന്നും നടപടി ഉണ്ടായില്ല, സസ്പെൻഷൻ ഉണ്ടായില്ല. ഇപ്പോഴത് കൂടുതൽ ചർച്ചയാകുന്നു. അതിന്റെ ഗുണമാണ് ഈ കാണുന്നത്. തീർച്ചയായും. അതായത് ഈ പരാതിക്കാരനായ ഔസേപ്പ് പലതവണ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഉൾപ്പെടെ, അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായ അങ്കിത ചോക്സി ഉൾപ്പെടെ പരാതി നൽകുകയും അവരിൽ നിന്നെല്ലാം തന്നെ നീതി ലഭിക്കുമെന്നുള്ളൊരു ഉറപ്പ് ലഭിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും തന്നെ യാതൊരു വിധത്തിലും നടപടി ഉണ്ടായില്ല. ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിച്ച് ഉൾപ്പെടെ ഈ സംഭവം നടന്ന് പരാതി വന്ന സമയത്ത് ഈ രതീഷിനെ ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ലോ ആൻഡ് ഓർഡർ ഒരു ചുമതലയിൽ നിന്ന് നേരെ ട്രാഫിക് ഡ്യൂട്ടിയിലേക്ക് മാറ്റി എന്നുള്ളത് മാത്രമാണ് അത് ചെയ്തൊരു നടപടി എന്ന് പറയുന്നത്. എന്നാൽ ഈ ഔസേപ്പ് ആവശ്യപ്പെട്ടിരുന്നത് അത്തരത്തിലുള്ള ഒരു നടപടിയല്ല, വകുപ്പ് തലത്തിൽ കൃത്യമായ നടപടി വേണം എന്നുള്ളൊരു ആവശ്യമാണ് അന്ന് ഉന്നയിച്ചിരുന്നത്. അത് ഒന്നും തന്നെ അന്ന് നടന്നില്ലെന്ന് മാത്രമല്ല, ഇയാൾക്ക് പിന്നീട് സ്ഥാനക്കയറ്റം ലഭിക്കുകയും പിന്നീട് SI സ്ഥാനത്ത് നിന്ന് CI റാങ്കിലേക്ക് ഉയർച്ച ലഭിക്കുകയും ചെയ്തു. ഇതിന്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ പിന്നീട് നിയമ പോരാട്ടവുമായി ഔസേപ്പ് മുന്നോട്ട് പോവുകയായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് പിന്നീട് ഈ CCTV ദൃശ്യങ്ങൾ ലഭ്യമാകുന്നതും. അത് പക്ഷേ ആ CCTV ദൃശ്യങ്ങൾ നൽകിയതിന് ശേഷം പോലും ലഭിച്ച് അത് വെച്ച് പരാതി നൽകിയിട്ടും യാതൊരു വിധത്തിലും നടപടി ഈ SIക്കെതിരെ എടുത്തിരുന്നില്ല. പിന്നീട് അത് മാധ്യമങ്ങളിൽ വന്നതിന് ശേഷമാണ് വീണ്ടും ഒരു അന്വേഷണം നടക്കുകയും ആ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ രതീഷ് കുറ്റം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വീഴ്ച രതീഷിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് സാധാരണ നിലയിൽ നോക്കിയാൽ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിയമലംഘനം നടത്തി മർദ്ദിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇനി പണ ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ വേണമെങ്കിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകാം. പ്രാഥമികമായി തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു എന്ന് വ്യക്തമായിട്ടും എന്തുകൊണ്ടാണ് ഈ ദൃശ്യം അത് മുഖവിലക്കെടുക്കാൻ സർക്കാരോ ആഭ്യന്തര വകുപ്പോ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരോ തയ്യാറാകാതിരുന്നത്?